അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമാ. ബഹുമാന്യ കാരണവന്മാരെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ വിശുദ്ധ ഖുർആനും അതിൻ്റെ വിശദീകരണമായ ഹദീസും പഠിക്കുന്ന 3 സംരംഭങ്ങളാണ് ഈ ഒരു സദസ്സിൽ തുടങ്ങി വെക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിൻ്റെ മാർഗത്തിൽ അത് നിലനിർത്തട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ ഉണ്ടാകേണ്ടത്. അല്ലാഹുമ്മ ആമീൻ. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഹദീസ് പഠനം ലോകത്ത് പിറകോട്ട് പോയ ഒരു ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത്. അതിൻ്റെ ഒരു കാരണം അന്വേഷിക്കുമ്പോൾ ഒരു ഹദീസിനെ പറ്റി ഒന്നും അറിയാത്തവനും ഹദീസ് എന്തോ ഒരു 2ാം നമ്പർ എന്ന ഒരു രൂപത്തിലേക്ക് പ്രത്യേകിച്ച് മലയാളികൾ ചിന്തിക്കുന്ന ഒരവസ്ഥയിലെത്തിയത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഉണ്ടാക്കിയ, ഓറിയൻ്റലിസ്റ്റുകൾ ഉണ്ടാക്കിയ ഹദീസിനെ പറ്റിയുള്ള ഒരു അവമതിപ്പാണ്. അവരങ്ങനെ പ്രവർത്തിച്ചത് വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ തകർക്കാൻ, ഹദീസിനെ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ കഴിയൂ എന്ന അവരുടെ ഉറച്ച പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സുകളിലേക്ക് ഹദീസിനോടുള്ള ഇഷ്ടവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളോടുള്ള താൽപ്പര്യവും ഉണ്ടാക്കിയെടുക്കുക എന്നത് നമ്മെക്കൊണ്ട് സാധിക്കേണ്ടുന്ന, ഈ സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ഉണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ചെറിയ ഒരു കാര്യമല്ല. 30,000 ഹദീസുകൾ പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട്. ഹദീസിൻ്റെ സനദ് തുടങ്ങി വെച്ചത് അവസാനിക്കുമ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 30,000 സ്വലാത്തുകൾ നമ്മൾ ചൊല്ലി. അതാണ് ഹദീസ് പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹത്വമായി നമുക്ക് കാണാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നാളെ പരലോകത്ത് എന്നോട് ഏറ്റവും അടുത്തവർ അക്സറുഹും അലയ്യ സ്വലാത്തൻ, എനിക്കേറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അഹ്ലുൽ ഹദീസ് എന്ന എല്ലാവരും ഓരോ ആളുകളിലേക്ക് ചേർക്കപ്പെടുമ്പോൾ നമുക്ക് ചേരാനുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിലേക്കാണ്. അതുമാത്രം മതി ഇതിൻ്റെ മഹത്വമായി നമ്മൾ കാണാൻ. അതിൻ്റെ കൂടെ തന്നെ വിശുദ്ധ ഖുർആനും അതിൻ്റെ പഠനങ്ങളും കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും ഇത് ഖൈറിൻ്റെ മേൽ ഖൈർ എന്ന നിലക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. ആത്മാർത്ഥമായി ഈ രംഗത്തേക്ക് ഇറങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, ഈ ഇൽമ് ഓരോ കാലഘട്ടത്തിലും അത് ഏറ്റെടുക്കുന്നവർ ഉദൂൽ ഏറ്റവും നല്ലവരായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ സമൂഹത്തിലെ ഉത്തമന്മാരായി നമ്മളെ അള്ളാഹു തിരഞ്ഞെടുക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. ഹദീസിൻ്റെ സേവനത്തിന് നമ്മെ റബ്ബ് സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു എന്നത്. റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഈ സംരംഭം അതിൻ്റെ നന്മകളിലൂടെ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.